ടെക്നോ പാർക്കിനടുത്ത് IT ജീവനക്കാരി തൻ്റെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ പീഡിപ്പിക്കപ്പെട്ടത് കേരളം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. വളരെ വലിയ ദുഃഖകരം എന്നാൽ ഭീതിപ്പെടുത്തുന്നതുമായ വാർത്തയാണിത്. തൻ്റെ ജോലി കഴിഞ്ഞ് തൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഏറ്റവും സുരക്ഷിതമെന്ന് താൻ വിചാരിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ കഴിയവേ പുറത്തുനിന്ന് വന്ന ഒരാൾ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ജാഗരൂകമാകേണ്ട സമയം കഴിഞ്ഞു. ഏറ്റവും സുരക്ഷിതത്വം ആർന്ന ഇടങ്ങളാണ് ഹോസ്റ്റൽ മുറികൾ എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ ഹോസ്റ്റൽ മുറിക്കകത്താണ് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മെയിൻ വാതിൽ തുറന്ന് മലർത്തിയിട്ട് ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ പെൺകുട്ടികളെ ഇവിടെ പാർപ്പിക്കുക എന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. തൻ്റെ മുറിക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നറിഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ താൻ മോഷണ ശ്രമം നടത്താൻ വരുന്ന വഴിയിൽ യാദൃശ്ചികമായി അറിഞ്ഞതോ ആകാം. എന്തു തന്നെ ആയാലും മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ താൻ മനസ്സിലാക്കി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ കരുതുക. നമ്മൾ എവിടെയാണ് പെൺകുട്ടികളെ പാർപ്പിക്കാൻ നമുക്ക് സാധിക്കുക? ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ഒക്കെ നമ്മൾ ഇത്തരം ഇടങ്ങളിൽ എങ്ങനെ കൊണ്ടുപോയി പാർപ്പിക്കും? ഇതാണ് അവരുടെ സുരക്ഷിതത്വമെങ്കിൽ ഇത് കേരള പോലീസിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ ഒരു നാണക്കേടായ വിഷയമാണ്. ഇത്തരം ഇടങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പൗരൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ സാധിക്കുക? ഇത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളാണ് ടെക്നോ പാർക്കിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. മധുര സ്വദേശിയായ ബെഞ്ചമിൻ 35 വയസ്സുകാരൻ. അയാൾ കേരളത്തിലെത്തി ഇത്തരമൊരു സാധ്യതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഈ ഇടങ്ങളിലേക്ക് കയറിക്കൂടുകയാണ് ചെയ്തത്. ഇതിന് സമീപത്തുള്ള 3 വീടുകളിൽ മോഷണം നടത്തിയതിന് ശേഷമാണ് ബെഞ്ചമിൻ ഒരു കുടയെടുത്ത് മറച്ചുകൊണ്ട് ടെക്നോ പാർക്കിനുള്ളിലേക്ക് കടന്നു കയറിയത്. ബെഞ്ചമിന് വീണ്ടും കേരളത്തിലെത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തമിഴ്നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ ഈ മധുര സ്വദേശി വിവിധ പെൺകുട്ടികളെ, വിവിധ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ പലതവണ എത്തി വീണ്ടും ഈ പീഡനം ആവർത്തിക്കാനായിരുന്നു പ്രതി കണക്കുകൂട്ടിയത്. കേരള പോലീസ് എന്തു തന്നെ പറഞ്ഞാലും കേരള പോലീസ് അതിസാഹസികമായാണ് ഈ പ്രതിയെ മധുരയിൽ നിന്ന് പിടിച്ചത്. ജോലി കഴിഞ്ഞ പെൺകുട്ടി തൻ്റെ ഹോസ്റ്റൽ മുറിയിലെത്തുകയും ഹോസ്റ്റൽ മുറിയിൽ വിശ്രമിക്കുകയുമായിരുന്നു രാത്രി. അങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് ഈ പ്രതി കടന്നു വരികയും വാതിൽ കുറ്റിയിട്ട ശേഷം പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന യുവതി ഈ പ്രതിയെ കണ്ട് അലറി വിളിച്ചു. ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് പെൺകുട്ടി മറ്റ് വിദ്യാർത്ഥികളോട്, ആ ഹോസ്റ്റലിലുള്ളവരോട് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ വരെയും ഈ പെൺകുട്ടിയുടെ ഈ വാർത്തയെക്കുറിച്ച് ഹോസ്റ്റലിലെ മറ്റുള്ളവർ അറിഞ്ഞില്ല എന്നതാണ്. ഞെട്ടിയുണർന്ന് അലറിക്കരഞ്ഞുവെങ്കിലും മറ്റാരും ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിലുമേറെ ഭീതിയാണ് ഉണ്ടാകുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ ഈ കേരളം പോകുന്നത് എന്നത് ഓർത്ത്. ഏറെ സുരക്ഷിതമായ ഒരു ഇടമായിരുന്നു കേരളം. പല പീഡനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. എന്നാൽ ഇത്തരമൊരു ഇടങ്ങളിലേക്ക്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇത്തരമൊരു പീഡന ശ്രമം അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കേൾവിയാണ്. പ്രതി ഒരു ലൈംഗിക മനോരോഗിയാണ് എന്ന് കണക്കുകൂട്ടേണ്ടതുണ്ട്. തെരുവിൽ കഴിയുന്ന സ്ത്രീകളെയാണ് ഇയാൾ കൂടുതലായും ലക്ഷ്യം വച്ചിരുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ തെരുവോരങ്ങളിൽ സ്ത്രീകൾ കഴിയാറുണ്ട്, വീടില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ തെരുവ് കച്ചവടക്കാർ. ഇങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് അപ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് ഇന്ന് ഇവിടെ ഉള്ളത്? ഇതേ മാതൃകയിലുള്ള നിരവധി പ്രതികൾ കേരളത്തിലേക്ക് കടന്നു കൂടിയാൽ നമ്മുടെ അവസ്ഥ ഏത് തരത്തിലാകും? നമ്മൾ ജാഗരൂകമാകേണ്ട സമയം ഏറെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകൾ ഇനിമേലിലെങ്കിലും സുരക്ഷിതത്വമാർന്ന ഇടങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കുവാൻ പാടില്ല. നമ്മുടെ
കുട്ടികൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് സുരക്ഷിതമായി ഇത്തരം ഇടങ്ങളിൽ കഴിയണം, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് തൊഴിലിന് പോകണം. ഇത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരം ഹോസ്റ്റൽ മുറികളിൽ സുരക്ഷിതത്വമാർന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. വാർഡന്മാർ ജാഗരൂകമായിരിക്കണം, ജാഗരൂകമായി അവിടെ കഴിയേണ്ടതുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.